ഹലോ, വെൽക്കം മുദ്ര ചാനലിലേക്ക്. ഇവിടെ മനുഷ്യൻ, മതം, ധർമ്മം, അധർമ്മം ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം അതിന് ഒരുപാട് കമന്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ വിമർശിച്ചവരുണ്ട്, അതുപോലെ തന്നെ മതത്തെ വിമർശിച്ചവരുണ്ട്, അത് വേണമെന്ന് പറയുന്നവരുണ്ട്, വേണ്ടാന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ചർച്ചകൾ, സംസാരങ്ങൾ, അഭിപ്രായങ്ങളാണ് വന്നത്. അഭിപ്രായങ്ങൾ എപ്പോഴും നല്ലതാണ്, കാരണം വിമർശനങ്ങൾ നല്ലതാണ്. പക്ഷെ ആ വിമർശനം എന്ന് പറയുന്നത് ഒരു വിമർശനത്തിന് വേണ്ടി മാത്രം ആകരുത്. അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പം ഒരുപാട് മതങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്, അഥവാ ലോകത്തുണ്ട്. അപ്പം ഈ മതത്തിനകത്തൊക്കെയുള്ള ആ മതത്തിന്റെ അനുയായികളെന്ന് പറയുന്നവരാകട്ടെ, അവര് അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവരാവട്ടെ, മതം വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുന്നവരാവട്ടെ, ഏതും ആകാം. ഇത് ശരിക്കും ഒരു 80% ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഒരു 20% മാത്രമാണ് അതെന്താണെന്ന് മനസ്സിലാക്കി എന്നിട്ട് അതിലൂടെ സംസാരം വരുന്നത്. അവരുടെ സംസാരത്തിനകത്ത് തീർച്ചയായിട്ടും ഒരു നീതിബോധവും ധർമ്മവും ഒക്കെ ഉണ്ട്. കാരണം ഏതൊരു മതത്തിന്റെ അനുയായികളും മനസ്സിലാക്കിയവർ ഒരിക്കലും മറ്റുള്ളവരെ വിമർശിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ അല്ലെങ്കിൽ മോശത്തരത്തിലേക്ക് പോകാനോ ഒന്നും അവർ നിൽക്കുകയില്ല. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ഈ 80%മാണ് അപകടകാരികൾ. അപകടകാരികളെന്ന് വെച്ചാൽ അവർക്കൊന്നും അറിയില്ല. അവരിങ്ങനെ കാണുന്ന കേൾക്കുന്ന വെച്ച് അങ്ങോട്ട് സംസാരിക്കുകയാണ്, അങ്ങോട്ട് വെറുതെ പറയുകയാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നരേന്ദ്രമോദിക്ക് ആരോപണം അയച്ചു എന്നുള്ള ഒരു വാക്കിനെ എടുത്തുകൊണ്ട് വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ആരോ പണം അയച്ചെന്നാക്കാം, അല്ലെ? ആയിക്കൂടെ? ആക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാൻ സൂചിപ്പിച്ചതുപോലെ, എന്താണ് മനുഷ്യൻ, എന്താണ് മതം, എന്നാണ് അതിന്റെ ഉൽപ്പത്തി, എങ്ങനെയാണ് അതിന്റെ ആ ജീവിത ശൃംഖല രൂപപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലാണ് ചർച്ചകൾ അധികം നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാകാൻ കാരണഭൂതനായ ഒരു വ്യക്തിയുണ്ട്, ഒരാളുണ്ട്, ഒരു ദൈവമുണ്ട്. ഈ ഒരു കാര്യം പോലും ഒരു കർത്താവില്ലാതെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഏതിനൊരു കർത്താവ് വേണം, അതില്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റും എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഇനി ഏത് ശാസ്ത്രമായാലും സയൻസ് ആയാലും എന്തെങ്കിലും ഒന്ന് രൂപപ്പെട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ, അത് മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, മറ്റുള്ള എന്ത് വസ്തുവകളാകട്ടെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ വന്ന് എവിടുന്ന് വന്ന് എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. ആ അന്വേഷണമാണ് മനുഷ്യനെ ഒരു വഴിത്തിരിവിൽ കൊണ്ട് എത്തിക്കുന്നത്. ഇനിയിപ്പോ ഈ എൻസൈക്ലോപീഡിയ ബൊട്ടാനിക്കൽ പറയുന്നുണ്ട്, മലയാളം, അതിൽ ഒരു 12,000 വർഷത്തെ കുറിച്ചാണ് മനുഷ്യന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത്. 12,000 വർഷത്തിന് മുമ്പാണ് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതല്ല, ഈ സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യനെ വെറുതെ അങ്ങ് ഉണ്ടാക്കി വിട്ടില്ല. പരിശുദ്ധ ഖുർആനത്തിൽ ഒരു വചനം പറയുന്നുണ്ട്, ഖലഖഫ സവ്വ, എല്ലാം വളരെ വ്യവസ്ഥാപരമായിട്ടും വളരെ കൃത്യതയോടുകൂടിയാണ് സൃഷ്ടിച്ചത്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഒരു 15,000 വർഷത്തിന് മുമ്പാണ് മനുഷ്യന്റെ ജന്മം, ജനനം, അഥവാ ഈ മനുഷ്യനെ എങ്ങനെ ആദ്യമായിട്ട് ലോകത്തെ സൃഷ്ടിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ച് എന്നതിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പരിശുദ്ധ ഖുർആന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അതിനകത്തൂടെ പ്രതിപാദിക്കുന്നു. അപ്പൊ ചോദിക്കും, 1440 വർഷത്തിന് മുമ്പല്ലേ ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയും. ശരിയാണ്, 1440 വർഷത്തിന് മുമ്പാണ് ഖുർആൻ അവതരിപ്പിച്ചത്. എന്നാൽ ആ അവതരിപ്പിച്ച ഗ്രന്ഥത്തെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം, ഇത് 1440 വർഷമോ 40 വർഷത്തിന് ശേഷമുള്ള സംഭവങ്ങളല്ല അതിൽ വിവരിക്കുന്നത്. എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായതെന്നും എപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും എന്താണ് അവന്റെ വ്യവസ്ഥ എന്നും എന്ന് ഓരോ പ്രവാചകന്മാർക്കും ഓരോ കാലഘട്ടത്തിലായിട്ട് അത് ചെയ്തു കൊടുത്തു. 15,000 വർഷത്തിന് മുമ്പ് ആദ്യമായിട്ട് ഭൂമിയിൽ വന്ന പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച്, ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു, ഭൂമിയിൽ അയക്കപ്പെട്ട പൂർവ്വ പിതാവ്, എല്ലാ മതത്തിലുള്ള മനുഷ്യരുടെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പിതാവാണ്, ആദ്യ പിതാവ്, ആദ്യ മാതാവാണ് ആദം, അവ്വ എന്ന് പറയുന്നുണ്ട്. ഇവരെ സൃഷ്ടിച്ച് ഭൂമിയിൽ വിട്ടിട്ട് വെറുതെ വിട്ടില്ല. ഇവരെവിടെ താമസിക്കണം, എങ്ങനെ താമസിക്കണം, എന്താണ് ഇവരെ ദൗത്യം എന്നെല്ലാം പഠിപ്പിച്ചു തന്നെ കൊടുത്തു. അപ്പൊ ആദ്യ മനുഷ്യൻ തന്നെ ആദം നബി എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ നിന്നും, ആ ദമ്പതികളിൽ നിന്നും, അവ്വ ദമ്പതികളിൽ നിന്നും ഓരോ പ്രസവത്തിൽ ഒരു ആണും പെണ്ണും, അടുത്ത പ്രസവത്തിൽ ആണും പെണ്ണും, അടുത്ത പ്രസവത്തിൽ ആണും പെണ്ണും, ഇങ്ങനെ പ്രസവിച്ച് വന്നതിൽ നിന്നും അത് വളർന്നു വന്നപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ഇണകളിൽ ആണിനെയും പെണ്ണിനിൽ നിന്നും അവരെ എന്ത് ചെയ്തു, വിവാഹിതരായി. അതിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പെറ്റുപെരുകി. പരിശുദ്ധ ഖുർആനത്തിന്റെ ഒരു വചനമുണ്ട്. അപ്പം ഈ നിലക്കാണ് മനുഷ്യൻ ഇവിടെ പെരുകാൻ തുടങ്ങിയത്. ഇത് പെരുകി പെരുകി വന്നപ്പോൾ അവർക്ക്, ആ നബിമാർക്ക്, അവരെ നബി എന്ന് പറയുന്നു ആദൻ നബി, അവർക്ക് പ്രത്യേകിച്ച് ഒരു മതത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതില്ലായിരുന്നു, ഒരു പ്രത്യേക ദൈവത്തെക്കുറിച്ചൊന്നും പഠിപ്പിക്കേണ്ടതില്ല. കാരണം അന്ന് ഒരൊറ്റ മതങ്ങളും ഇല്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. അന്ന് മതങ്ങളൊന്നുമില്ല. അന്നുള്ളതെന്ന് പറയുമ്പോൾ ആ നബിയെടുത്തു ദൈവം കൊടുക്കുന്ന കൽപ്പന, സന്താന പരമ്പരകൾക്ക്, നിന്റെ സന്താനങ്ങൾക്ക്, നിന്റെ കുടുംബത്തിന് അന്ന് അതേ ഉള്ളു, എന്ത് പറഞ്ഞു കൊടുക്കണം, അവരെങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് അവർക്ക് ജനനം മരണത്തെക്കുറിച്ചും അവരുടെ തിരിച്ചുവരവിനെ കുറിച്ചും അവരെ സൃഷ്ടാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കലും മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. കാരണം മറ്റൊന്ന് പറഞ്ഞു കൊടുക്കാൻ അന്ന് വിഗ്രഹാരാധനയില്ല, അന്ന് ജൂതമതമില്ല, ക്രൈസ്തവ മതമില്ല, മറ്റ് ഇബ്രാഹിം നബിയുടെ ശേഷം വന്ന വിഗ്രഹാരാധന, ഇതൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നമില്ല.
അങ്ങനെ ഒരു 10-11 തലമുറകൾ ഇങ്ങനെ കഴിയുന്നിടം വരെ ആ നിലയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ഒരു 11 തലമുറയ്ക്ക് ശേഷമാണ് ആദ്യമായിട്ട് മറ്റൊരു ആരാധനയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോഴാണ് അവിടെ മതം എന്നത് ആകുന്നത്. കാരണം അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരെ ആരാധിക്കുന്ന കുറച്ച് പേര് വന്ന്, ചുരുക്കി പറയുകയാണ്, കുറച്ച് പേര് വന്നപ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പുകാരനെ ഇറക്കി, നൂഹ് നബി എന്ന് പറയും. ആ പ്രവാചകൻ വന്നിട്ടാണ് പറയുന്നത്, നബി റസൂലാണ്, മുന്നറിയിപ്പുകാരനാണ്. വന്നിട്ട് നിങ്ങൾക്കത് പാടില്ല, നിങ്ങളെ സൃഷ്ടിച്ച ആൾ ഇന്നതാണ്, ദൈവമാണ്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വരുന്നത്. അതിനെ നിഷേധിച്ചവരുണ്ട്, അതിന്റെ വലിയ ചരിത്രമുണ്ട്. നിഷേധിച്ചവരുണ്ട്, അതിനെ ഉൾക്കൊണ്ടവരുണ്ട്. അതിൽ നിന്നും പിന്നെ മാറി വന്ന് നിഷേധികളെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞതായിട്ട് ബൈബിളും ഖുറാനൊക്കെ പറയുന്നുണ്ട്. ബൈബിളിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവഹിതമല്ല, അതിനകത്ത് മാറ്റത്തിരുത്തൽ വന്നത് വേറൊരു വിഷയമാണ്. ഏതായിരുന്നാലും അങ്ങനെ അവിടുന്ന് വിശ്വാസികളായ ആ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം വിശ്വസിക്കുന്ന മനുഷ്യരിൽ നിന്ന് തുടങ്ങി വന്നു. പിന്നീട് എന്തായി, വീണ്ടും അതിനകത്ത് വിള്ളൽ വന്ന് പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഓരോരുത്തർ ഇഷ്ടമുള്ളതിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. കല്ലും മണ്ണും മരവും മരകുറ്റിയും മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി, വിഗ്രഹത്തെയൊക്കെ. അങ്ങനെ പോയി മഹാന്മാരെ ആരാധിക്കുന്നവർ വേറൊരു വഴി പോയി. അവിടെ നിന്നും പിന്നെ തിരിഞ്ഞ് അങ്ങനെ ആ ആദ്യ പിതാവായ ആദം നബി തൊട്ട് ഇങ്ങേ അറ്റം എത്തി നിൽക്കുന്ന അവസാനമായിട്ട് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയുള്ള ചരിത്രങ്ങളെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത് ഓരോ ചരിത്രങ്ങളും ഇങ്ങനെ ഇപ്പം ഈ മുഹമ്മദ് നബി ഇപ്പൊ ഇന്നലെ കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമല്ല അത്. കാരണം അതിനകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. നിരക്ഷരരായ ഒരു സമൂഹത്തിൽ നിരക്ഷരനായ ഒരു പ്രവാചകൻ വന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം വന്ന് സംസാരിച്ചത് ഈ ദൈവം അറിയിച്ചു കൊടുത്ത ആദ്യ മനുഷ്യൻ തൊട്ടുള്ള ചരിത്രങ്ങളും കാര്യങ്ങളെ കുറിച്ചാണ് അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്നത്. അതാ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഒരുപാട് ഈ മോശത്തരങ്ങൾ സംസാരിക്കേണ്ടി വരത്തില്ല. ആരാണ് മുഹമ്മദ് നബി എന്ന് ഇങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കേണ്ടി ഒന്നും വരില്ല. പരസ്പരം റെസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മതത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്പ വിദ്യാഭ്യാസമുള്ള ഒരു 10ാം ക്ലാസ് പഠിച്ചവർ പോലും പരസ്പരം അങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. ഇപ്പൊ ആ രീതിയിലൊന്നും ഇല്ലാത്ത നിലയ്ക്കാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. അപ്പൊ അത് വേറൊരു വശം. അങ്ങനെ അതിനകത്ത് പരിശുദ്ധ ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ചരിത്രങ്ങളാണ് ആദ്യ മനുഷ്യനുണ്ടായതോടെ. ഇനി മനുഷ്യന്റെ അവസാനം വരെയും ലോകത്തിന്റെ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്നുണ്ട്. അതിനെ വളരെയേറെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് കണ്ണോടിക്കുമ്പം ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാൻ തോന്നത്തില്ല. അപ്പം ഈ നൂഹ് നബിക്ക് ശേഷം വന്ന് ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയി. അതിനുശേഷം വന്ന് മൂസാ നബി വന്ന് ആ മൂസാ നബിയുടെ ചരിത്രവും പറഞ്ഞു തരുന്നുണ്ട്. മൂസാ നബിയായിട്ട് ബന്ധപ്പെട്ടാണ് ജൂതമതം. മൂസാ നബിക്ക് ശേഷമാണ് അത് ഉണ്ടായത്, ജൂത മതം ഉണ്ടാകുന്നത്. അവര് എന്ത് ചെയ്ത്, ദൈവത്തിനെ തള്ളിക്കൊണ്ട് അവർ ജൂതമതം എന്ന് പറയുന്ന മതമാക്കി അവരിഷ്ടത്തിന് അവർ പോയി. ആകെ യേശുക്രിസ്തു, അതിനുശേഷം വന്ന യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെയും ഈസാ നബിയെയും അതിൽ നിന്ന് ക്രൈസ്തവ മതം എന്നും പറഞ്ഞൊരു വിഭാഗം ഉണ്ടായി. അതും ദൈവത്തിന്റെ യഥാർത്ഥ കൽപ്പനയൊക്കെ തള്ളിക്കൊണ്ട് അവർക്ക് ഇഷ്ടത്തിലേക്ക് ക്രൈസ്തവർ പോയി. ജൂതമതം ക്രൈസ്തവ മതത്തെ അംഗീകരിക്കുന്നില്ല. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് തൊട്ടാണ് പിന്നെ വിഗ്രഹാരാധനകൾ വരുന്നത്. ആ പ്രവാചകന്റെ കാലത്തും വിഗ്രഹാരാധകരുണ്ടായിരുന്നു. അതിനെ എതിർത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലശേഷം അതും വളർന്ന് ഇങ്ങനെ ലോകം മൊത്തവും മനുഷ്യർ വ്യാപിച്ചു, ജീവിതമാർഗം അന്വേഷിച്ചു, സുഖങ്ങൾ തേടി പലയിടത്തും ലോകത്തിന്റെ നാനാഭാഗത്തും യാത്ര ചെയ്ത് ചെന്നെത്തുന്നിടത്ത് ഓരോരോ വിഭാഗമായിട്ട് ഗോത്രമായിട്ട് ജീവിച്ചു. അവർ പഠിച്ച് മനസ്സിലാക്കിയത് അങ്ങോട്ട് ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി. ഈ നിലയ്ക്കാണ് മനുഷ്യന്റെ പ്രയാണം. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇന്നിപ്പം ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കാതെയൊക്കെ ഇന്ന് ഈ ലോകം പരന്നു കിടക്കുന്ന ഈ വലിയ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മനുഷ്യന്റെ സ്വാർത്ഥത മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യം എന്താണ്? ഭരണം, അധികാരമാണ്, സമ്പത്താണ്. ഈ അധികാരവും സമ്പത്തും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് ഇങ്ങനെ കുറെ പേരെ ബലിയാടാക്കുന്നത്. സൈനിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന സൈനിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം ജൂതന്മാരുടെ ഒരു ഇറക്കുമതിയാണ്. ആ ജൂതന്മാര് എന്താണ്, അവർക്ക് മനസ്സിലാക്കിയതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും ജൂതന്മാർക്ക് അറിയാവുന്നവരാണ്, അത് അറിയാത്തവരല്ല. അപ്പൊ ഈ ജൂതന്മാർക്കറിയാം യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ള ദൈവത്തെ ആരാധിക്കുന്ന 2-3% മനുഷ്യർ മാത്രമാണ് യഥാർത്ഥ മതം എന്താണെന്ന് പഠിച്ചവര്. 2-3 അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 10 ആകട്ടെ അല്ലെങ്കിൽ 20 ശതമാനമാണ്. അപ്പൊ അവര് ഇപ്പം ഇറാന് ഉണ്ട്. എന്തുകൊണ്ട് ഇറാനെ കയറി പെട്ടെന്ന് അങ്ങോട്ട് ആക്രമിക്കുന്നില്ല? അവിടുത്തെ അവസ്ഥകളൊക്കെ യഥാർത്ഥ ഒരു ദൈവാരാധന അല്ല. അവര് പല രീതിയിലും ഇങ്ങനെ മഹാന്മാരെയൊക്കെ ആരാധിച്ച് പോകുന്നവരാണ്. അത് ചണ്ടികളാണെന്ന് ഈ ജൂതൻ അറിയാം. അതുകൊണ്ട് അവരുടെ കാര്യത്തിലൊന്നും വലിയ പ്രസക്തി കൊടുക്കുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഫലസ്തീനെ മാത്രം ഇങ്ങനെ പോകുന്നത്? അവരെ രാജ്യം വന്ന് പിടിച്ചടക്കി ഇനി അവരെ മാത്രം ഒതുക്കിക്കൊണ്ടിരിക്കണം, അവരെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പഠിച്ചത് ആരാണ്? ഈ ജൂതന്മാരാണ്.
അപ്പൊ ഈ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അമേരിക്കയാകട്ടെ ജൂതനാകട്ടെ ഈ സയനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ അറിയാം ഈ ദൈവത്തോട് അടുപ്പമുള്ള, അതായത് ദൈവത്തോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ അടുപ്പം കിട്ടുന്ന ദൈവസാന്നിധ്യമുള്ള മനുഷ്യരെയാണ് നമ്മൾക്ക് നശിപ്പിക്കേണ്ടത്. അല്ലാത്തവരെ നശിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെല്ലാം സാധാരണ പോലെ അവരെ പോലെയൊക്കെ തന്നെ. അപ്പൊ അവരെ നശിപ്പിക്കണം. ഇതിനു വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനം സയനിസ്റ്റ് പ്രസ്ഥാനം, അമേരിക്ക ഉണ്ടാക്കി, അൽഖായ്ദ ഉണ്ടാക്കി. ഇതിന്റെ എല്ലാ ഉത്ഭവം അവർ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇന്ന് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് മറ്റുള്ള വിഭാഗങ്ങളെ ഉണ്ടാക്കി. ഇതെല്ലാം ആരാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘപരിവാർ ഭരണം, ഈ സംഘപരിവാർ ഭരണമാണ് ഈ തീവ്രവാദികൾ എന്ന് ഒരു അജണ്ട ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. നിങ്ങൾക്കറിയാമോ എവിടാണ് ഈ തീവ്രവാദികളുടെ ഒരാളെ പിടിച്ചു കൊന്നു എന്ന് പറയുന്നത്? ഇവർക്ക് അഡ്രസ്സും കാര്യങ്ങളും മാതാവും പിതാവും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എവിടാണ്? ഒന്നും ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, അതിന് കഴിയില്ല. അപ്പൊ ഈ സയനിസ്റ്റ് പ്രസ്ഥാനമാകട്ടെ, ഈ തീവ്രവാദി പ്രസ്ഥാനമാകട്ടെ, മറ്റുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഉണ്ടാക്കുന്നത് ഒരു ഭാഗത്ത് ജൂതൻ, ഒരു ഭാഗത്ത് അമേരിക്ക, പിന്നെ ഈ സംഘപരിവാർ പ്രവർത്തകർ, അതിന്റെ ഭരണാധികാരികൾ. എന്താണ് ഇവരുടെയൊക്കെ അജണ്ട? വർഷങ്ങളോളം ഈ മുസ്ലിങ്ങൾ രാജ്യം ഭരിച്ചിട്ട് അവർക്കൊരു മുസ്ലിം രാജ്യം ഉണ്ടാക്കണമെന്ന് തോന്നിയില്ല ഇന്ത്യ. അങ്ങനെ അവർ ചിന്തിച്ചിട്ടുമില്ല. ഇന്ന് ഒരുപാട് മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവർ ജോലി ചെയ്യുന്നു. ഒരു തരി പോലും അവരോടൊരു വർഗീയതയില്ല. ഏറ്റവും കൂടുതൽ വിശ്വസ്തമായിട്ട് സ്നേഹിക്കുന്നവർ മുസ്ലിങ്ങളാണ്. അവർക്ക് പറ്റിക്കാനും ചതിക്കാനും ഒന്നും അറിയില്ല. പിന്നെ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്, അവരെ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം വളരെ മാന്യവും മര്യാദയായിട്ട് അല്പം പോലും കറയില്ലാതെ നിഷ്കളങ്കമായിട്ട് മനുഷ്യരോട് ഇടപെടുന്ന വർഗങ്ങളാണ് മുസ്ലിങ്ങൾ. അവർക്ക് അതേ പറ്റൂ. കാരണം അവർക്ക് മറ്റൊരു ചിന്ത അവർക്ക് വരാൻ പാടില്ല, അങ്ങനെ വന്നുകൂടാ. അതാണ് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് കുറെ ഭരണം പിടിക്കാനും അതിന് എന്താണ് ആവശ്യം? ഇന്ന് നമുക്കറിയാം അന്യ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുമ്പം ഹിന്ദുക്കളാണ്. അപ്പൊ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഈ ഹിന്ദുക്കളുടെ വോട്ട് മതി അധികാരത്തിൽ ഇരിക്കാൻ. അതിനെന്താണ് അവർക്ക് ഇട്ടുകൊടുക്കേണ്ട ഒരു കൂലി? അവർക്ക് ഇട്ടുകൊടുക്കേണ്ട ഒരു മാനസിക വികാരം എന്താണ്? വർഗീയത തന്നെയാണ്. അപ്പൊ ഈ വർഗീയത ഇട്ട് കൊടുക്കുമ്പം ഒരറിവില്ലാത്ത കുറെ എണ്ണം അങ്ങ് ഇറങ്ങുന്നു, കൊല്ലുന്നു, വെട്ടുന്നു, വോട്ടും ചെയ്തു കൊടുക്കുന്നു. ഇത് തന്നെ ആവശ്യം. അപ്പൊ അതൊരു തീവ്രവാദി പ്രസ്ഥാനമാണ്. ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കും. താടി വെച്ചവനാണ് തീവ്രവാദിയെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദി പ്രധാനമന്ത്രിയാണ്, അല്ലേ? ആഭ്യന്തരമന്ത്രിയാണ്. അങ്ങനെ പലരുമാണ്. എടുത്തു നോക്ക്. അങ്ങനെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതല്ല സംഭവം. ഈ മനുഷ്യരെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമല്ല. എത്ര നാളെ ജീവിക്കുക? ഇന്നോ നാളെ ഈ ഭൂമി ഉപേക്ഷിച്ച് പോകേണ്ടവരല്ലേ? എന്താ കൊണ്ടുപോകുന്നത്? എന്ത് കൊണ്ടുപോകും? ഒരു സൽക്കർമ്മം ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞാൽ അവനെ എത്ര കാലമായാലും അവന്റെ ആ പേരെങ്കിലും നിലനിൽക്കും. ക്രൂരമായിട്ടുള്ള ഈ വർഗീയതയും കാണിച്ച് ഒരു വിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു അജണ്ട കൊണ്ട് എന്ത് നേടാനാ? ഒന്നും നേടാൻ കഴിയില്ല. ഏറ്റവും ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ജീവികളായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത്. അല്ല പിന്നെന്താ? ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനമായിട്ട് മറ്റുള്ള രാജ്യമാകട്ടെ ലോകമാകട്ടെ, ഭരണാധികാരികളിൽ എല്ലാ മനുഷ്യരും അവരുടെ ഒരു മനസ്സിനകത്തൊരു അഭയം കണ്ടെത്തുകയാണ്. ഇന്നയാള് ഭരിച്ചാൽ നല്ലതായിരിക്കും. മനുഷ്യന്റെ സ്നേഹം അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുകയാണ്. പക്ഷെ അത് എത്ര ദ്രോഹിച്ചിട്ടും അവർ അങ്ങനെ തന്നെ ചിന്തിക്കുന്നെങ്കിൽ ഈ ഭരണാധികാരികളാണോ നമുക്ക് ആവശ്യം? ഈ ഭരണാധികാരികള് മനുഷ്യനെ അങ്ങേയറ്റം ക്രൂരമായി നശിപ്പിച്ചുകൊണ്ട്, ഒരു വിഭാഗത്തെ അങ്ങേയറ്റം ക്രൂരമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഈ ലോകത്ത് ജീവിക്കാനുള്ളത്? മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഭരണകൂടവും ഭരണാധികാരികളും ഒക്കെ ആ മനുഷ്യന്റെ പ്രയാസവും പ്രശ്നങ്ങളും അറിയില്ലെങ്കിൽ പിന്നെ എന്താണ്? അപ്പൊ ഇത്തരത്തിലുള്ള ഈ തരത്തിലുള്ള ഈ കൊലപാതക രാഷ്ട്രീയം കൊണ്ടുവന്നത് ആരാണെന്നുള്ള കാര്യം നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ അറിയാം. പിന്നെ കുറെ വിഭാഗം കിടക്കുന്നുണ്ട്, കുറെ യുക്തിവാദികൾ എന്ന് പറഞ്ഞു. അത് ഇതിന്റെ ഒരു ഭാഗമാണ്, അല്ല ഒന്നുമില്ല. ഇവർക്ക് സത്യത്തിൽ എന്താ ഇവരെ യുക്തിയുള്ളത്? ഈ യുക്തിവാദികളെ കൊണ്ട് എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിനുള്ളത്? ദ്രോഹമല്ലാതെ. ഒരു വിഭാഗത്തെ ദ്രോഹിക്കാൻ വേണ്ടി RSSകാരുടെ കുപ്പായം അണിഞ്ഞ കുറെ മുസ്ലിം പേരും ഒക്കെ ഇട്ട് കുറെ എണ്ണം ഉണ്ട്. ഇവര് സത്യത്തിൽ ചെയ്യുന്ന ഇതല്ലേ? ജനദ്രോഹമല്ലേ? എന്താണ് ഒരു യുക്തിവാദിയെ കൊണ്ടുള്ള ഗുണം? ഒന്നുമില്ല. ഒരു സംഘപരിവാർ പ്രവർത്തനം കൊണ്ടുള്ള ഗുണം എന്തുവാ? ഒന്നുമില്ല. ദ്രോഹമല്ലാതെ. ഈ രണ്ട് വിഭാഗം ദ്രോഹം തന്നെ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ സഹോദരങ്ങളെ വിമർശിക്കുക, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വിമർശിക്കുന്നത് നല്ലതായിരിക്കും. തെറി പറയുക, ഒന്ന് പഠിച്ചിട്ട് തെറി പറഞ്ഞോ, ഒന്നും അറിയാതെ കയറി പറയല് വളരെ മോശമാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ കേരളത്തിലുള്ള മനുഷ്യരാണ്, കുറച്ചൊക്കെ അറിവും ഒക്കെ ഉള്ളവരാണ്, വിദ്യാഭ്യാസമൊക്കെ. അപ്പൊ ഓരോന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് അതിനെക്കുറിച്ച് മറുപടി പറയല് നല്ലതായിരിക്കും. ഇനി അല്ലാതെയും പറയാതെ അവരുടെ വകയാണ്. ഒരാൾ എത്രത്തോളം വളർന്നിട്ടുണ്ടോ സാംസ്കാരികമായിട്ട്, അവരുടെ വകയാണ് അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരുടെ വീക്ഷണമൊക്കെ. അപ്പം എല്ലാവർക്കും നല്ലത് വരാൻ തന്നെയാണ്
നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിം ഒരിക്കലും വർഗീയവാദിയല്ല, ഒരു മുസ്ലിം ഒരിക്കലും തീവ്രവാദിയല്ല. ഈ കാണിക്കുന്ന എല്ലാം രാഷ്ട്രീയ കളികളാണ്. അതൊന്നും ഒരിക്കലും ഒരു മുസ്ലിം വിശ്വസിക്കുന്നില്ല. അങ്ങനെ മുസ്ലിം തീവ്രവാദികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ നടക്കുന്നത്? ഒന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പം അങ്ങനെ തന്നെ സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ.